നമസ്കാരം. ബംഗ്ലാദേശിന്റെ മണ്ണ് ഇന്ത്യ വിരുദ്ധതയ്ക്കുള്ള വേദിയാകാൻ അനുവദിക്കില്ല എന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ. ചൈനയെയും പാകിസ്ഥാനെയും ഒന്നും ബംഗ്ലാദേശിന്റെ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള ചില യുദ്ധശ്രമങ്ങളും ഇന്ത്യ വിരുദ്ധതയും പടർത്തുവാനുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളും വച്ച് പൊറുപ്പിക്കില്ല എന്ന് തന്നെയാണ് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ പ്രതിനിധി ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായ താരിഖ് റഹ്മാൻ പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ആർമിയിൽ 40% റസാക്കർമാരാണ്. അതായത് പാകിസ്ഥാൻ ബംഗ്ലാദേശിൻ്റെ വിമോചന സമരകാലത്ത് ഈ വിമോചന സമരത്തെ അടിച്ചമർത്തുവാൻ വേണ്ടിയിട്ടായിരുന്നു ഈ റസാക്കർമാരെ ബംഗ്ലാദേശിലേക്ക് അയച്ചത്. അവരുടെ പിൻതലമുറയാണ് ഇപ്പോൾ ബംഗ്ലാദേശി ആർമിയിലുള്ളത്. ഈ ബംഗ്ലാദേശി ആർമി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത്, അതായത് ബംഗ്ലാദേശി ആർമിയിലെ 40% വരുന്ന ഈ റസാക്കർമാർ പിന്തുണയ്ക്കുന്നത് ഇന്ത്യ വിരുദ്ധതയാണ്. അവർ ചൈനീസ് പക്ഷപാതികളും അല്ലെങ്കിൽ പാകിസ്ഥാൻ പക്ഷപാതികളുമാണ്. പൂർണ്ണമായും ഇന്ത്യ വിരുദ്ധ സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്. അത്തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ബംഗ്ലാദേശി സേനയെ റീഷഫിൾ ചെയ്യാൻ ഒരുങ്ങുകയാണ് താരിഖ് റഹ്മാൻ. അത്തരത്തിൽ റീഷഫിളിംഗ് ചെയ്യുന്നതിലൂടെ ബംഗ്ലാദേശിൽ ഉള്ള ഇന്ത്യ വിരുദ്ധ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുത്തുവാൻ തന്നെയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായ താരിഖ് റഹ്മാൻ ശ്രമിക്കുന്നത്. ഭാരതത്തിനോട് ബംഗ്ലാദേശിന് വലിയ കൂറുണ്ട്. ഭാരതമാണ് ബംഗ്ലാദേശിൻ്റെ എക്കാലത്തെയും സ്വാഭാവികമായിട്ടുള്ള പങ്കാളി. സ്വാഭാവികമായി ഭാരതത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നതും. കാരണം ഇന്ത്യയെ പോലുള്ള ഒരു പങ്കാളിയെ, ഇന്ത്യയെ പോലുള്ള വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യത്തെ ബംഗ്ലാദേശിന് മറ്റെവിടെയും കിട്ടില്ല. ചൈനയും പാകിസ്ഥാനെയും ഒന്നും അധിക നാൾ വിശ്വസിക്കാൻ സാധ്യമല്ല. ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിനും ജമാഅത്തെ ഇസ്ലാമിയെ വളരുവാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ സഹായകമായത് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ മിലിറ്ററിയാണ്, ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സൈന്യമാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഈ രീതിയിലുള്ളൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇത് തികച്ചും ബംഗ്ലാദേശിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് കൃത്യമായി അനുയോജ്യമായ ഒരു തീരുമാനം തന്നെയാണ്. കാരണം ഈ രീതിയിലൊരു തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ ബംഗ്ലാദേശിൽ ജനാധിപത്യം കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ. ബംഗ്ലാദേശ് ഒരു സമയത്ത് ബംഗ്ലാദേശിനെ ഭരിച്ചിരുന്നത്, ഇടക്കാല സർക്കാരിൻ്റെ സമയത്ത് ഭരിച്ചിരുന്നത് തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളാണ്. മുഹമ്മദ് യൂനസ് ആയിരുന്നു അതിൻ്റെ നേതാവ്. ജമാഅത്തെ ഇസ്ലാമി അയാൾക്ക് ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഈ രീതിയിലുള്ള ഭരണം നടത്തിയിരുന്ന ബംഗ്ലാദേശ് സർക്കാരിൽ നിന്ന് വിരുദ്ധമായി ബംഗ്ലാദേശിൻ്റെ ജനാധിപത്യം ഊട്ടിയുറപ്പിക്കുകയും ബംഗ്ലാദേശിനെ കൃത്യമായ ദിശാബോധത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് താരിഖ് റഹ്മാനിൽ നിന്ന് ഉണ്ടാകുന്നത്. ഈ രീതിയിൽ ബംഗ്ലാദേശ് സേന അവിടെ ഇപ്പോൾ നിലനിൽക്കുകയാണെങ്കിൽ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ ബംഗ്ലാദേശ് സേന നിലനിൽക്കുകയാണെങ്കിൽ ഇത്തരമൊരു സാഹചര്യത്തിലൂടെ ബംഗ്ലാദേശിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഭാരതം ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പങ്കാളി തന്നെയാണ്. ഈ സമയം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ദുർബലമാക്കുക, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുക തുടങ്ങിയുള്ള പദ്ധതികളെല്ലാം പാകിസ്ഥാനും ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാരും അതോടൊപ്പം ചൈനയും ചേർന്ന് നടപ്പിലാക്കുവാൻ ശ്രമം നടത്തിയിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് മുഹമ്മദ് യൂനസ് ഈ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാപ്പൊക്കെ തയ്യാറാക്കുകയും ഈ മാപ്പ് ഉണ്ടാക്കിയത് ഉടനെ തന്നെ പാകിസ്ഥാനിൽ പോകുന്നു, പിന്നെ അവിടുന്ന് തുർക്കിയിൽ പോകുന്നു, ഈ രീതിയിലൊക്കെ ഇതിനെ കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അത്തരം ശ്രമങ്ങൾക്കെല്ലാം തന്നെ കനത്ത തിരിച്ചടിയാണ് അവിടുത്തെ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ കൊടുത്തത്. പ്രത്യേകിച്ചും അവാമി ലീഗിൻ്റെ ഇപ്പോഴും അവിടെ ബംഗ്ലാദേശിൽ തുടരുന്ന ജനാധിപത്യ വിശ്വാസികൾ നൽകിയത് ഇതിന് ശക്തമായ തിരിച്ചടി തന്നെയാണ്. പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഒരു അനുഭാവമുള്ള സൈന്യമല്ല ഇനി ബംഗ്ലാദേശിന് വേണ്ടത് എന്ന് ബംഗ്ലാദേശ് തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുവാൻ ബംഗ്ലാദേശിലെ സൈന്യത്തെ, അല്ലെങ്കിൽ അതിനെ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്നവരെ പിന്തുണയ്ക്കുവാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശ് സൈന്യം ഇനി ഉണ്ടാകില്ല. പട്ടാളത്തിൻ്റെ ഈ സമീപനത്തെ കൃത്യമായ രീതിയിലുള്ള മാറ്റമാണ് ഈ റീഷഫ്ലിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയായിരുന്നു ഇന്ത്യക്കെതിരെ മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ? എത്ര ഹിന്ദു വിരുദ്ധമായ പദ്ധതികളാണ് അവർ അവിടെ നടപ്പിലാക്കുവാൻ ശ്രമിച്ചത്? ഓരോ ദിവസവും ഹിന്ദു കൊലപാതകങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു മുഹമ്മദ് യൂനസിൻ്റെ സാഹചര്യം. എന്ത് തങ്ങൾ ചെയ്യണം, എങ്ങനെ രാവിലെ എഴിച്ചതിന് ശേഷം വൈകുന്നേരം ആകണം, അല്ലെങ്കിൽ വൈകുന്നേരം എത്തിയതിനു ശേഷം എങ്ങനെ രാവിലെ ആക്കണം, ജീവനോടെ ഇരിക്കാൻ പറ്റുമോ എന്നു പോലും അറിയാത്ത പകലുകളും രാവുകളുമായിരുന്നു അവിടുത്തെ ബംഗ്ലാദേശിൻ്റെ ന്യൂനപക്ഷങ്ങൾക്ക്. ഇതിന് വലിയ
പിന്തുണയാണ് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതും. അങ്ങനെ ഈ രീതിയിൽ ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും ക്രിസ്ത്യൻ വിരുദ്ധതയും ഒക്കെ പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിച്ചത്. പക്ഷേ ആ മുന്നണിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ബംഗ്ലാദേശിലെ ജനാധിപത്യ വിശ്വാസികൾ കൊടുത്തത്. അതിനുശേഷം അവർ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഒരു ഭരണഘടന കൊണ്ടുവന്നു, ഭരണഘടനാ പരിഷ്കരണം കൊണ്ടുവന്നു. ഈ ഭരണഘടനാ പരിഷ്കരണത്തിൻ്റെയും പ്രധാനപ്പെട്ട ഉദ്ദേശം ഒരു ഇസ്ലാമിക ഭരണകൂടമാക്കി ബംഗ്ലാദേശിനെ പരിവർത്തനം ചെയ്യുക. ഇത് പാകിസ്ഥാൻ്റെയും കടുത്ത രീതിയിലുള്ള പിന്തുണയുണ്ടായിരുന്നു. അവരുടെ ഭീകരവാദ ക്യാമ്പുകൾക്ക് ഇവർക്ക് വളരെ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ എങ്ങനെയാണോ പാകിസ്ഥാനിലെ പട്ടാളത്തിനകത്ത് ഭീകരവാദികൾക്ക് പ്രവേശനം കിട്ടിയതുപോലെ ഇവിടെ ബംഗ്ലാദേശ് സൈന്യത്തിനകത്ത് ഭീകരവാദികൾ ചേക്കേറുന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ ഭീകരവാദികൾ ചേക്കേറുന്ന അവസ്ഥ നാളെ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെ പോലെ രീതിയിലേക്ക് മാറ്റുവാനുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു. ഇതിനൊക്കെയും കനത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായത്. ഇനി എന്തായാലും ബംഗ്ലാദേശിൻ്റെ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിനെതിരെ പോരാടാനായിട്ട് തങ്ങൾ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. ആ മുഹമ്മദ് യൂനസ് ഉണ്ടാക്കിയ ഭരണഘടനയും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ഒഴിവാക്കി. ഇനി ജനാധിപത്യപരമായ രീതിയിൽ മാത്രമേ മുന്നോട്ട് പോകൂ. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പൂർണ്ണ സഹകരണം അവർക്ക് ആവശ്യവുമാണ് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഷേഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന നടപടിയുമായി മുന്നോട്ട് മിക്കവാറും തന്നെ ബംഗ്ലാദേശിന് പോകുവാനും സാധിക്കില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.